നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ. മ്യൂസിക് ട്യൂട്ടോറിയലിൻ്റെ 51ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഹനം ആദിതാളവർണ്ണത്തിൻ്റെ സാഹിത്യമാണ്. അതിൻ്റെ പല്ലവി പഠിച്ചു കഴിഞ്ഞു. അടുത്തത് അനുപല്ലവിയാണ്. പല്ലവി ആദ്യം പാടി നോക്കിയതിന് ശേഷം അനുപല്ലവിയിലേക്ക് കടക്കാം. നിന്നു കോരിയൂ ഞാനു നിന്നു കോരിയൂ ഞാനു ലോക നായക ലോക നായക. അടുത്തത് അനുപല്ലവി. നന്നൂപ്പ ഗഗപ ഗഗപ പധ ധപ ധസ ധപ ഗധപ ധഗധപ ഗരി സരി. നന്നൂപ്പ ലിംപ ഗഗപ ഗഗപ പധ ധപ നന്നൂപ്പ ലിംപ വൈ യ നന്നൂപ്പ ലിംപ വൈ ദസ ധപ ഗ വൈ ദസ ധപ ഗ ധപ വൈ ഒന്നുകൂടി പാടാം. നന്നൂപ്പ ലിംപ വൈ താളമിട്ട് പാടി നോക്കാം. നന്നൂപ്പ ലിംപ വൈ ഒന്നുകൂടി പാടാം. നന്നൂപ്പ ലിംപ വൈ അടുത്ത വരി. നാ ഗഗപ പധ പധ സ ധസ രി സ ഗരി സ ധസ രി സ ധപ ധ സ ധപ ഗരി സരി. നാ മീത കൃപ ആജൂഡര നാ ഗഗപ പധ പ നാ മീത കൃപ നാ മീത കൃപ ആജൂഡര. താളത്തിൽ പാടി നോക്കാം. നാ മീത കൃപ
അനുപല്ലവി മുതൽ നമുക്ക് ഓരോ വരിയും 2 പ്രാവശ്യം വെച്ച് പാടാം. നന്നു പ ലിം പ വൈ നന്നു പ ലിം പ വൈ നാ മീത കൃപാജൂഡ രാ നാ മീത കൃപാജൂഡ രാ ഗരി ഗരി സരി സരി സഗരി ഗ സരി സധ സരി ഗരി ഗ പ ധ പ ഗ പ ധ സരി ഗ രി ഗ സാരി ധ സ പ ധ സരി ഗ സാ ധ പ ഗരി സരി നിന്നു കോ രിയൂ നാ. അനുപല്ലവി കഴിഞ്ഞിട്ട് സാഹിത്യം പാടിക്കഴിഞ്ഞ് നേരെ ചിട്ടസ്വരത്തിലേക്ക് കടക്കുക. ചിട്ടസ്വരത്തിന് സാഹിത്യമില്ല. ആ ചിട്ടസ്വരം കഴിഞ്ഞിട്ട് ആദ്യത്തെ വരി നിന്നു കോരിയൂ നാ ഇങ്ങനെ നീട്ടി നിർത്തണം. താളം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നീട്ടി പാടുന്നതിന് ആദ്യത്തെ വരി എടുത്ത് പാടുന്നതിന് തുണ്ട് പല്ലവി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരവും തുണ്ട് പല്ലവിയും വരെ നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പൂർവാംഗമാണ്. ഇനി അടുത്തത് പഠിക്കേണ്ടത് ഉത്തരാംഗമാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നന്ദി.